നമുക്കൊരു കാര്യത്തെക്കുറിച്ച് ആങ്സൈറ്റി ആണ്, ഭയങ്കര ആങ്ഷ്യസ് ആണ് നമ്മൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ, നമുക്ക് സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ പേടിയാണ്, നമുക്ക് ഭയങ്കര ആങ്ഷ്യസ് ആണ് അതിനെക്കുറിച്ച് എന്ന് ആലോചിക്കാം. അപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറി പാട്ട് പാടാനുള്ള പേടി എങ്ങനെയാണ് വരുന്നത്? സ്റ്റേജിൽ കയറി ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ കൂവും എന്നുള്ള പേടി കൊണ്ടാണോ? അതൊരു ഫാക്റ്റാണോ? അല്ലെങ്കിൽ അത് നിങ്ങളുടെ വെറും ഒരു ചിന്തയാണോ? അങ്ങനൊരു നിങ്ങൾ സ്റ്റേജിൽ കയറി പാട്ട് പാടിക്കഴിഞ്ഞാൽ നാലാൾ കൂവണം എന്നെവിടെ റൂളില്ലല്ലോ. നിങ്ങളുടെ ഒരു ചിന്തയാണ്, അത് നിങ്ങൾക്ക് വരുന്നൊരു ഫീലിംഗ് ആണ്, അതൊരു ഉള്ള കാര്യമല്ല. പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ കൂവണമെന്ന് ഉറപ്പൊന്നുമില്ല, എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല അവർ കൂവും എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഊഹമാണ്, അതായത് നിങ്ങളുടെ ഒരു തോട്ടാണ്. എൻ്റെ ഈ സിറ്റുവേഷനിൽ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ എന്താണ് സംഭവിക്കുക? വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്നൊക്കെ പറയുന്നത്, വേഴ്സ്റ്റ് കേസ് ചിന്തിക്കുക. കുറച്ച് പേരെ കളിയാക്കും, നെഗറ്റീവ് കമൻസ് ഇടും, ഇത്രയും സംഭവിക്കും. അതിനെക്കൂടെ ഡീൽ ചെയ്യാൻ പറ്റുമല്ലോ, പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ അങ്ങനെ ചിന്തിക്കാം. ഇപ്പം എൻ്റെ ആങ്സൈറ്റിനെ കുറയ്ക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മാതിരി ചിന്തകളൊക്കെ എൻ്റെ തലേന്ന് നിന്ന് ഒഴിവാക്കാൻ നോക്കാം. ഓക്കെ, ഞാൻ പാട്ട് പാടുന്നു, ഞാൻ പാട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ കയറുന്നു, പാടുന്നു, പോരുന്നു. വേറെ ഒന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ ആൾക്കാരിനെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ സിറ്റുവേഷനെ ഞാൻ എങ്ങനെ ഡീൽ ചെയ്തു? പാട്ട് പാടിയപ്പം കുറച്ച് ലിറിക്സ് എങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടാവും. കൂടെ ഒന്ന് ലിറിക്സൊക്കെ ഒന്ന് നന്നായി പഠിച്ച് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കളിയാക്കി അത്ര ചിലപ്പോൾ ഇപ്രാവശ്യം കളിയാക്കില്ല. പിന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആങ്ഷ്യസ് തോട്ട്സിനെ ഒന്ന് റീഫ്രെയിം ചെയ്യാൻ പറ്റും.